പ്രിയമുള്ള വ്യാപാരി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, കൂടങ്കല്ല് CHC താലൂക്ക് ആശുപത്രിയായി ഉയർത്തുക, മലയോര മേഖലകളിൽ ജനങ്ങളുടെ 18 ആവശ്യങ്ങൾ അടിയന്തരമായി പ്രാവർത്തികമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുള്ളിക്കര ധർണ പ്രതിഷേധ റാലി രാജ്യത്ത് ആരംഭിക്കുകയാണ്. ഈ പ്രതിഷേധ റാലി പനത്തടി CHCയുടെ മുമ്പിൽ നടക്കുന്ന സമരത്തിന്റെ മുന്നോടിയായി നടക്കുന്ന പ്രതിഷേധ റാലി ഏതാനും നിമിഷങ്ങളിൽ ചുള്ളിക്കര മേഖലാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ രാജ്പുരത്ത് നിന്ന് ആരംഭിക്കുന്നു. കൂടങ്കലിൽ നടക്കുന്ന ധർണാ സമരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ശ്രീ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്യുകയും ധർണാ സമരത്തിൽ വിവിധ വികസന സാംസ്കാരിക സംഘടനകൾ സംസാരിക്കുകയും ചെയ്യും. നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധ റാലി എല്ലാ നല്ലവരായ നാട്ടുകാരും വ്യാപാരി ഒന്നിച്ച് നിൽക്കാം, ഒന്നിച്ച് വളരാം, നാടിന് നന്മയ്ക്ക് എന്ന മുദ്രാവാക്യവുമായി കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലയോര മേഖലയിലെ ജനങ്ങളുടെ അടിയന്തരമായി പ്രാവർത്തികമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ കച്ചവട സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് നടക്കുന്ന ധർണാ സമരത്തിന്റെ മുന്നോടിയായുള്ള റാലിയാണ് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വ്യാപാര സുഹൃത്തുക്കളും നാട്ടുകാരും റാലിയിൽ സംബന്ധിക്കുന്ന സാംസ്കാരിക സംഘടനകളുടെ നേതാക്കന്മാർ സംസ്കരിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ധർണാ സമരത്തിലേക്ക് ഈ നാട്ടുകാരെ വ്യാപാര സുഹൃത്തുക്കളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മുന്നിട്ട് നിൽക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരം വ്യാപാരി ഐക്യം സിന്ദാബാദ്, വ്യാപാരി ഐക്യം സിന്ദാബാദ്, വ്യവസായി ഐക്യം സിന്ദാബാദ്, വ്യവസായി ഐക്യം സിന്ദാബാദ്, ഏകോപന സമിതി സിന്ദാബാദ്, ഏകോപന സമിതി സിന്ദാബാദ്, മേഖല കമ്മിറ്റി സിന്ദാബാദ്, മേഖല കമ്മിറ്റി സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്, വ്യാപാരി ഐക്യം സിന്ദാബാദ്, വ്യാപാരി ഐക്യം സിന്ദാബാദ്. പനത്തടി CHC താലൂക്ക് ആശുപത്രിയാക്കുക, പനത്തടി CHC താലൂക്ക് ആശുപത്രിയാക്കുക, ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കുക, ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കുക, പ്രവർത്തനക്ഷമമാക്കുക, കാർഡിയാക് കെയർ യൂണിറ്റ് പ്രവർത്തനക്ഷമമാക്കുക, പാണത്തൂർ എണ്ണപ്പാറ CHC ആക്കുക, പാണത്തൂർ എണ്ണപ്പാറ CHC ആക്കുക, വ്യാപാരി വ്യവസായി ഐക്യം സിന്ദാബാദ്, ഏകോപന സമിതി സിന്ദാബാദ്, ഏകോപന സമിതി സിന്ദാബാദ്, മേഖല കമ്മിറ്റി സിന്ദാബാദ്, മേഖല കമ്മിറ്റി സിന്ദാബാദ്, മേഖല കമ്മിറ്റി സിന്ദാബാദ്, മേഖല കമ്മിറ്റി സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്. മലയോര മേഖലയ്ക്ക് വേണ്ടി സപ്ലൈ ഓഫീസ് രാജ്പുരത്ത് അനുവദിക്കുക, മലയോര മേഖലയ്ക്ക് വേണ്ടി സപ്ലൈ ഓഫീസ് രാജ്പുരത്ത് അനുവദിക്കുക, എക്സൈസ് ഓഫീസ് ഒരേതാൽ അനുവദിക്കുക, എക്സൈസ് ഓഫീസ് ഒരേതാൽ അനുവദിക്കുക, 110 kV സബ് സ്റ്റേഷൻ മാലക്കൽ അനുവദിക്കുക, 110 kV സബ് സ്റ്റേഷൻ മാലക്കൽ അനുവദിക്കുക, KSRTC ഓഫീസിൽ ഒരേതാൽ അനുവദിക്കുക,
അനുവദിക്കുക. എക്സൈസ് ഓഫീസ് ഉടനെ അനുവദിക്കുക. മേഖലാ കമ്മിറ്റി സമരം സിന്ദാബാദ്. ധർണാ സമരം സിന്ദാബാദ്. വ്യാപാരി ഐക്യബാദ്. വ്യവസായ ഐക്യം സിന്ദാബാദ്. വ്യവസായ ഐക്യം സിന്ദാബാദ്. ധർണാ സമരം സിന്ദാബാദ്. വ്യാപാരി ഐക്യം സിന്ദാബാദ്. വ്യാപാരി ഐക്യം സിന്ദാബാദ്. വ്യാപാരി ഐക്യം സിന്ദാബാദ്. വ്യാപാരി ഐക്യം സിന്ദാബാദ്. മുഴുവൻ പ്രവർത്തകരും വേദിയിലേക്ക് ഓരോ യൂണിറ്റിന്റെയും പ്രസിഡന്റുമാരോ ഒപ്പിടാനുള്ള കടലാസുകൾ സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. വ്യാപാരി ഐക്യം സിന്ദാബാദ്. ഈ മേഖലാ കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 11 യൂണിറ്റുകൾ, കായന്നൂർ മുതൽ പാണത്തൂർ വരെയുള്ള യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്ന ഈ ചുള്ളിക്കര മേഖലാ കമ്മിറ്റി ഒട്ടേറെ വികസന പദ്ധതികൾ നടപ്പിലാക്കിയതിന്റെ ഉദാഹരണമാണ് അതൊക്കെ. അതുപോലെ തന്നെ വ്യാപാരികൾക്കാവശ്യമായ വ്യാപാരികൾക്കെതിരെ നടത്തിയ അധികാരി വർഗങ്ങൾ നടത്തിയ കരി നിയമങ്ങൾക്കെതിരെ സെക്രട്ടേറിയറ്റിലും പാർലമെന്റിലും സമരം നടത്തി അതിനെ അതിജീവിച്ച സമരം വിജയിപ്പിച്ച് വ്യാപാരികൾക്ക് ഉപകാരപ്രദമായ നടപടികൾ നമ്മുടെ ജില്ലാ സംസ്ഥാന ഘടകങ്ങൾ ചെയ്ത് വിജയിപ്പിച്ച ചരിത്രമുണ്ട്. എന്നാൽ ജനകീയ സമരം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആദ്യമായി ഏറ്റെടുത്ത് നടത്താൻ പോവുകയാണ്. ഇതിന്റെ കാരണം ഇവിടെ നടന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ യുവജന സംഘടനകളുടെയും പ്രവർത്തനവും ത്യാഗോജ്വലമായ പ്രവർത്തനത്തിന്റെയും ഫലമായിട്ടാണ് ഇവിടെ ഒട്ടുമിക്ക വികസന പ്രവർത്തനങ്ങൾ നടന്നതിൽ തർക്കമില്ല. അതൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഈ അടുത്ത കാലത്തായി രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ യുവജന സംഘടനകളും ഈ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഏവർക്കും കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാ മേഖലയിൽ നിന്നും ചർച്ചയ്ക്ക് വിധേയമാകുമ്പോഴാണ്, ആ അവസ്ഥയിലാണ് ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഈ മേഖലയിലെ വികസനത്തിന് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് സമരരംഗത്തിറങ്ങാനും തയ്യാറായിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ 18-ാം തീയതി കായന്നൂർ മുതൽ പാണത്തൂർ വരെയുള്ള 11ഓളം യൂണിറ്റ് കേന്ദ്രങ്ങളിൽ ബഹുജന പങ്കാളിത്തത്തോടുകൂടി ഒപ്പ് ശേഖരണം നടന്നു. ഏതാണ്ട് 1/4 ലക്ഷത്തോളം ഒപ്പ് ശേഖരണം നടത്തിക്കൊണ്ട് അധികാരിക വർഗങ്ങളുടെ സമക്ഷത്തിൽ നിവേദനം സമർപ്പിക്കാൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ശ്രീ ടി ലൂക്കോ സാർ നേതൃത്വം കൊടുത്ത വാഹന പ്രചരണ ജാഥ ഈ മേഖലകളിലൊക്കെ തന്നെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പാണത്തൂരിൽ സമാപിച്ചു. ഈ സ്വീകരണ യോഗങ്ങളിലൊക്കെ തന്നെ ഈ നാട്ടിലെ രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചവരും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ആശംസ അർപ്പിച്ചുകൊണ്ടും സാന്നിധ്യം അറിയിച്ചുകൊണ്ടും ഈ സമരത്തിന് പ്രചോദനം നൽകിയിരിക്കുകയാണ്. ഇന്ന് ഈ രാവിലെ മുതൽ നടക്കുന്ന ഈ ധർണാ സമരത്തിൽ ഇന്ന് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ധർണാ സമരത്തിന് അഭിവാദ്യങ്ങൾ 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 വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുള്ളിക്കര മേഖല
ഞാൻ പറഞ്ഞ എത്രയായിട്ടും പാണത്തൂർ മേഖലയിൽ നിന്നും ആദ്യകാലത്തുണ്ടായിരുന്ന 2 ബസ് മാത്രമാണ് വെള്ളരിക്കുണ്ടിലേക്കുള്ളത്. അവിടെ പോയി വരാനുള്ള ജാതി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC/ST വിഭാഗങ്ങൾ കൂടുതലായി തിങ്ങിപ്പാർക്കുന്ന പരത്തടി, അതുപോലെ തന്നെ കല്ലപ്പള്ളി, പാണത്തൂർ പ്രദേശങ്ങളിലെ ആളുകൾക്കൊക്കെ തന്നെ ഇന്ന് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ വളരെയേറെയാണ്. ആ റോഡുകളുടെ ശോചനീയാവസ്ഥ ഇതുവരെ പരിഹരിക്കാൻ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. അതിനു വേണ്ടി ശബ്ദിക്കാൻ ഈ നാട്ടിലെ ബഹുജന സംഘടനകൾ ഇതുവരെ തയ്യാറായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനു മുമ്പ് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ പ്രദേശത്തിന് വേണ്ടി ഒട്ടേറെ സമരങ്ങൾ നയിച്ചിട്ടുണ്ട്. അതൊക്കെ വിജയിച്ചിട്ടുണ്ട്. നമ്മുടെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അതിന്റെ ആനുകൂല്യം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാവശ്യപ്പെടാനാണ് ഈ സമരം ഇവിടെ ഞങ്ങൾ തുടക്കം കുറിക്കുന്നത്. ഇതൊരു സൂചനാ ധർണ സമരം മാത്രമാണ്. ഇതിവിടെ കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. ഈ സമരത്തോടുകൂടി ഒരു സമര പരമ്പര തന്നെ തുടങ്ങാൻ, വികസനത്തിന് വേണ്ടി തുടങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, വ്യാപാരി വ്യവസായ ഏകോപന സമിതി മതത്തിനും രാഷ്ട്രീയത്തിനും വർണ്ണ ലിംഗഭേദത്തിനും അതീതമായി ചിന്തിക്കുന്ന സംഘടനയാണ്. ഈ ശുഭ്രപതാകക്ക് മുന്നിൽ ഏവർക്കും മണിനിരക്കാം. ഇലക്ഷൻ വരുമ്പോൾ നമുക്കറിയാം, ഇലക്ട്രിക് പോസ്റ്റുകളിൽ രാഷ്ട്രീയ പതാകകൾ, രാഷ്ട്രീയ കൊടികൾ 5ഉം 6ഉം കെട്ടിവെക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഞങ്ങൾ പറയുന്നു, അത് മാറ്റിക്കൊണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഈ സമരം ഏറ്റെടുക്കാൻ വേണ്ടി മുഴുവൻ പതാകകളും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ശുക്ര പതാകത്തിൽ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണ്. എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടി എല്ലാ പാർട്ടികളെയും ഒറ്റക്കെട്ടായി ഏകീകരിച്ചു കൊണ്ടുപോകാൻ, വികസനത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കാൻ നമ്മുടെ ഈ സംഘടന തയ്യാറായിരിക്കുകയാണ്. അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൂടെ വേണമെങ്കിലും നമ്മൾ സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ മലയോരത്തിന് വേണ്ടി പോരാടുന്ന കരുത്തനായ സാരഥി, കേരള വ്യാപാരി ഏകോപന സമിതിയുടെ കരുത്തനായ സാരഥി ശ്രീ കെ അഹമ്മദ് ഷരീഫ് അവരുടെ ഉദ്ഘാടനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കുറിച്ച് വളരെ വിശദമായി സ്വാഗതത്തിൽ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, നമ്മുടെ മലയോര പ്രദേശത്തിന്റെ വികസനം സാധ്യമാക്കുന്നതിനു വേണ്ടി നമ്മുടെ ഈ പ്രദേശത്തെ ജനപ്രതിനിധികളും രാഷ്ട്രീയ സംഘടനകളും ഒക്കെ തന്നെ ഒട്ടനവധി സംഭാവനകൾ നമുക്ക് നൽകി കഴിഞ്ഞു. എങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകം വളരുന്നതിനനുസരിച്ച് നമ്മുടെ നാടും വളരുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അതിൽ നിന്ന് പിന്നോട്ട് പോകുവാൻ നമുക്കോ ഈ നാടിനോ സാധിക്കില്ല. സമഗ്രമായ വികസനം എന്നത് മുൻ കാഴ്ചപ്പാടുകളായിരുന്നു എങ്കിൽ ഇന്ന് കഴിവുള്ളവനും അധികാരമുള്ളവനും അത് പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് കാഴ്ചക്കാരെ പോലെ നമുക്കും നോക്കി നിൽക്കാനാകില്ല. അപ്പൊ നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ആശുപത്രി ആയാലും റോഡായാലും കരണ്ടായാലും ഒരു പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. ഇതാരുടെയും ഔദാര്യമല്ല. അത് നേടുന്നതിന് വേണ്ടി ഇന്നാട്ടിലെ ജനപ്രതിനിധികളോടും രാഷ്ട്രീയ നേതാക്കന്മാരോടും ഒത്തുചേർന്നുകൊണ്ട് അവരുടെ പിന്നിൽ നമ്മളുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അത് നേടുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മൾ നടത്തുക എന്നതിന്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതേ ആശുപത്രിയുടെ മുമ്പിൽ നമുക്കറിയാം, സംഘടന നടത്തിയ സമരത്തിൽ ഇന്നാട്ടിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വളരെ ശക്തമായി അടിവരയിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ ആശുപത്രി താലൂക്ക് ആശുപത്രി ഉയർത്തുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും എന്ന് പ്രഖ്യാപിച്ചു. അതിൽ വെള്ളരിക്കുണ്ട് താലൂക്കിൽ നടന്ന ആദ്യ വികസന സമിതി യോഗത്തിൽ തന്നെ അവർ ആ തീരുമാനത്തിന് ആദ്യത്തെ തുടക്കം കുറിച്ചു എന്നതിൽ തന്നെ അവരെ ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ പല വികസനങ്ങളും നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ ആവശ്യപ്പെടുന്ന 18 ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഗവൺമെന്റ് വരുന്നതല്ല. നിലവിലുള്ള ഭൗതിക സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തിയാൽ മാത്രം നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ചുള്ളിക്കര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട 18ഓളം വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട്
പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുന്നതിന് വേണ്ടി അതിശക്തമത്തായ ഒരു സമരപരിപാടിക്ക് രൂപം നൽകിക്കൊണ്ട് ഇന്നിവിടെ സൂചനാ ധർണാ സമരം നടത്തുകയാണ്. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടന നാടിൻ്റെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, സാമൂഹ്യ പ്രതിബദ്ധതകൾ ഏറ്റെടുത്തുകൊണ്ട്, ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേവലം വ്യാപാര മേഖലയിലുള്ള പ്രശ്നങ്ങൾക്ക് മാത്രമല്ല, ഈ നാടിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുഴുവൻ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അത് നേടിയെടുക്കാനുള്ള ഒരു അവകാശ സമര പോരാട്ടവുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഈ മലയോര മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സമരമുഖത്തിറങ്ങിയ ചുള്ളിക്കര മേഖലാ കമ്മിറ്റിയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മേഖലയുടെയും യൂണിറ്റിൻ്റെയും ഭാരവാഹികളെയും പ്രവർത്തകരെയും മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ ഇതിനാദ്യമായി അറിയിക്കാം. കാരണം വ്യാപാരികൾ അവരുടെ താല്പര്യം മാത്രമല്ല, ഈ നാടിൻ്റെ വിവിധ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് നേരത്തെ ഇവിടെ സ്വാഗത പ്രാസംഗികരും അധ്യക്ഷ പ്രസംഗമൊക്കെ സൂചിപ്പിച്ചു, ജീവകാരുണ്യ, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളൊക്കെ സജീവമായ സാന്നിധ്യം പുലർത്തിക്കൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടാണ് ഇന്ന് ഏകോപന സമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേവലം ചുള്ളിക്കര മേഖലയിൽ മാത്രമല്ല, കാസർഗോഡ് ജില്ലയിലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 14 ജില്ലകളിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതി കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിച്ചുകൊണ്ട് നാടിന്റെ വികസനത്തിന് വേണ്ടി മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച നിരവധി ആവശ്യങ്ങൾ വളരെ വർഷങ്ങളോളമായി മുറവിളി കൂട്ടിക്കൊണ്ട് വികസനത്തിന് വേണ്ടി കേഴുന്ന ഒരുപാട് ആൾക്കാരാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സ്വയം ഉപജീവന മാർഗമായ ഈ വ്യാപാര മേഖല ഇന്ന് ഉച്ചവരെ കടകൾ അടച്ചിട്ടുകൊണ്ട് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി, ഇവിടുത്തെ സാധാരണക്കാരന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ ധർണാ സമരം നടത്തിയിട്ടുള്ളത്. 2 ദിവസം മുമ്പിൽ തായന്നൂരിൽ നിന്ന് പാണത്തൂര് വരെ വാഹന പ്രചരണ ജാഥകൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു വാഹന പ്രചരണ ജാഥ നടത്തി. നിരവധി സമര പോരാട്ടങ്ങൾ നടത്തി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് നിരവധി സമരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും എനിക്കിവിടെ പറയാനുള്ളത്, ഈ നാട്ടിലെ മുഴുവൻ ബഹുജന പ്രസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായവും ഇത്തരം സമരപരിപാടികൾക്ക് ഉണ്ടാവണമെന്നാണ് ഞാൻ ആദ്യമായി നിങ്ങളോട് അപേക്ഷിക്കുന്നത്. ടൗണുകളിൽ എത്തണം, ആവശ്യമായ ചികിത്സ കിട്ടണമെങ്കിൽ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥക്ക് ടൗണുകളിലേക്ക് പോകാനും പറ്റില്ല. മംഗലാപുരോ കാസർഗോഡോ ഒരു രോഗിയെയും കൊണ്ട് ആശുപത്രിയിൽ പോകാൻ പറ്റാത്ത രീതിയിലുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ മറ്റൊരു ഭാഗം കൊണ്ട് വാഹനങ്ങൾക്ക് ഓടാൻ പറ്റാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് താലൂക്ക് ആശുപത്രിയായി ഉയർത്തിക്കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്ന് അധികൃതരോട് ആദ്യമായി പറയാനുള്ളത്. ആരോഗ്യമന്ത്രി ശിവകുമാറിന്റെ അടുത്ത് ഞങ്ങൾ പലതവണ കാസർഗോഡ് ജില്ലയിലെ വിവിധ പ്രശ്നങ്ങൾക്ക് വിവിധ ആശുപത്രികളിലെ ആവശ്യത്തിനുള്ള ഡോക്ടർമാരെ നിയമിക്കുന്നതിന് വേണ്ടി, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തിന് ഫണ്ടില്ല, പണമില്ല. ഗവൺമെന്റ് പണമില്ല. ഗവൺമെന്റ് ആകെ കുപ്പകുത്തിയിരിക്കുന്ന സമയമാണ്. കാരണം ഫണ്ടില്ല, എവിടെ നോക്കിയാലും ഫണ്ടില്ല. കഴിഞ്ഞ ദിവസം പ്രത്യേക ഓർഡിനൻസ് വഴി 2010 കോടി രൂപ ഗവൺമെന്റ് മന്ത്രിസഭ പുതിയ നികുതി സംവിധാനത്തിൽ കൂടി ജനങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണ്. ഇന്നലെ വീണ്ടും മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ട് പ്രത്യേക ഓർഡിനൻസ് ചേർന്നുകൊണ്ട് 3250 കോടി രൂപയുടെ അധിക നികുതി ജനങ്ങളിൽ ഭാരിച്ച നികുതി അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങൾ പോലീസിന് ഉപയോഗിച്ചുകൊണ്ടും ഞങ്ങളത് പിരിച്ചെടുക്കും, നിങ്ങൾ വിടില്ലെന്ന് പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ നയമായിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ വികസനത്തിന് ഫണ്ടില്ല. എങ്ങനെയാ ഫണ്ട് ഉണ്ടാവുന്നത്? കോടിക്കണക്കിന് രൂപയാണ് നികുതി ഇനത്തിൽ അതിസമ്പന്നന്മാരിൽ നിന്നും കോർപ്പറേറ്റുകളിൽ നിന്നും ഗവൺമെന്റിലേക്ക് പിരിച്ചെടുക്കാനുള്ളത്. അത് പിരിച്ചെടുക്കാനുള്ള തന്റെ ഇടമോ ധൈര്യമോ ഇന്ന് ഭരിക്കുന്ന ഭരണകൂടത്തിന് ഇല്ല എന്നുള്ളത് വളരെയധികം ഖേദകരമാണ്. കാരണം കോടിക്കണക്കിന് രൂപ പല വകുപ്പുകളിലായി കുടിശ്ശികയാണ് ഗവൺമെന്റ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുറ്റിക്കോൽ തെക്കൽ ആലട്ടി റോഡുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൊതുമരാമത്ത് ഓഫീസിൽ പോയി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് അവിടെ നിന്ന് കേൾക്കാൻ കഴിയും. ഞങ്ങളിവിടെ കൊടിപിടിച്ചിട്ട് കാര്യമില്ലെന്നാണ് പൊതുമരാമത്ത് ഓഫീസുകാർ പറഞ്ഞത്. കാരണം ഇതിന്റെ വകുപ്പ് മന്ത്രിയോട് നിങ്ങൾ കണ്ട് സാങ്ഷൻ വാങ്ങണം.
57 കോടി രൂപയുടെ സാങ്ഷൻ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ഗവൺമെന്റിന് സമർപ്പിച്ചു. പക്ഷേ അത് ഗവൺമെന്റ് പരിഗണനയല്ല. ഇപ്പോൾ ഫണ്ടില്ല. കഴിഞ്ഞ 2013 നവംബർ മാസത്തിൽ 3250 കോടി രൂപയാണ് കരാർ. എത്ര കോടി രൂപയാണ് വിവിധ മേഖലകളിൽ. ആ രീതിയിൽ കുടിശ്ശിക പിരിച്ചെടുക്കാതെ ഗവൺമെന്റ് അതിസമ്പന്നന്മാരും കോർപ്പറേറ്റുകളുമാണ് നിലകൊള്ളുന്ന ഒരു സാഹചര്യമാണെന്ന് കാണാൻ കഴിയുന്നത്. വാണിജ്യ നികുതി ഇനത്തിൽ 6570 കോടി രൂപയാണ് കേരളത്തിലെ ഖജനാവിലേക്ക് അടക്കാൻ കുടിശ്ശികയായി കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ കുടിശ്ശിക വാണിജ്യ നികുതി പിരിക്കുന്ന ജില്ല എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിൽ മാത്രം 2474 കോടി രൂപ വാണിജ്യ നികുതി ഇനത്തിൽ കുടിശ്ശികയായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ 1414 കോടി രൂപ വൻകിട എണ്ണ കമ്പനി ഉടമകളാണ്. അതുപോലെ അതിസമ്പന്നന്മാർ 2474 കോടി രൂപ എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രം ഗവൺമെന്റിലേക്ക് പിരിച്ചടക്കാനുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതില് 1414 കോടി രൂപ എണ്ണ കമ്പനിക്കാർ. ആ എണ്ണ കമ്പനിക്കാർ ടാക്സ് അടക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ പോയി 874 കോടി രൂപയ്ക്ക് അവര് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഈ രീതിയിൽ ഗവൺമെന്റിലേക്ക് അടക്കേണ്ട സംഖ്യകൾ വൻകിടക്കാരിൽ നിന്ന് പിരിച്ചെടുക്കാൻ കഴിയാതെ ഗവൺമെന്റ് തലകുനിച്ചിരിക്കുകയാണ്. ഇതെന്തൊരു ആഭാസമാണ്. പാവപ്പെട്ട ചെറുകിട കച്ചവടക്കാരെയും കർഷകരെയും തൊഴിലാളികളെയും കൃഷിക്കാരനെയും പുതിയ നികുതികൾ ചുമത്തിക്കൊണ്ട് നികുതി ഇനത്തിൽ പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. വൈദ്യുതി പ്രതിസന്ധി അതിന് പറയേണ്ട കാര്യമില്ല. ഈ നാടിൽ ജനങ്ങൾക്ക് വൈദ്യുതി ഉപയോഗിക്കാൻ പോലും കിട്ടുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ 16-ാം തീയതി പുതിയ വർധനവിൽ കൂടി 1800 കോടി രൂപയുടെ അധിക വരുമാനമാണ് വൈദ്യുതി ഇനത്തിൽ ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അതിലും ഇതേ 1500 കോടി രൂപയാണ് വിവിധ കമ്പനികളിൽ നിന്നും കോർപ്പറേറ്റുകളിൽ നിന്നും അതിസമ്പന്നന്മാരിൽ നിന്നും കുടിശ്ശിക ഇനത്തിൽ പിരിച്ചെടുക്കാനുള്ളത്. പാവപ്പെട്ട നമ്മുടെ വ്യാപാരികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിലാളികളോ കൃഷിക്കാരനോ ഏതെങ്കിലും കുടിശ്ശിക വന്നാൽ ഒരു മണിക്കൂർ താമസിച്ചാൽ ഫീസൂരി പോകും. നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചോണം. നമ്മുടെ MP ഇന്നസെന്റ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ 365 രൂപ കുടിശ്ശികയുള്ളതിന്റെ പേരിൽ ഫീസൂരി പോയി. KCB ജീവനക്കാർ സമരം ചെയ്യുമ്പോൾ അവരുടെ നിരവധി ആവശ്യങ്ങളിൽ ഞാൻ ഒരു ദിവസം ആ നോട്ടീസ് വായിക്കുമ്പോൾ കണ്ടു. വൻകിട കുടിശ്ശിക വരുത്തിയവരുടെ ലിസ്റ്റ് പ്രചരിപ്പിക്കണം എന്നാണ്, പ്രസിദ്ധപ്പെടുത്തണം. അത് പ്രസിദ്ധപ്പെടുത്താൻ പോലും ഗവൺമെന്റ് തയ്യാറല്ല. കോടിക്കണക്കിന് രൂപ. വാട്ടർ അതോറിറ്റി 200 കോടി രൂപ കുടിശ്ശിക, പൊതുമരാമത്ത് 250 കോടി രൂപ, അതുപോലെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നൂറുകണക്കിന് കോടി രൂപ കുടിശ്ശിക വരുത്തിക്കൊണ്ട് ഖജനാവിലേക്ക് പണം മടക്കാതെ പാവപ്പെട്ട ചെറുകിട വ്യാപാരികളെയും കൃഷിക്കാരനെയും ദോഷകരമായി ബാധിക്കുന്ന രീതിയിലുള്ള പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളെ വീർപ്പ് മുട്ടിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ പരിഹാരം കാണേണ്ടേ? ഈ രീതിയിൽ മുന്നോട്ട് പോയത് ഇവിടെ ചെന്ന് അവസാനിക്കും. കാരണം കേരളത്തിന്റെ ഖജനാവിലേക്ക് പണമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വ്യാപാരികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ 30,000 കോടിയോളം രൂപ കേരളത്തിലെ വ്യാപാരികൾ യാതൊരു പ്രതിഫലവുമില്ലാതെ പിരിച്ചെടുക്കുന്ന ഒരു വലിയൊരു വിഭാഗമാണ്. കേരളത്തിലെ വ്യാപാരികൾ 30,000 കോടി രൂപയോളം സ്വയം ഉപജീവന മാർഗം കണ്ടെത്തിയ മേഖലയിൽ നിന്ന് പിരിച്ചടക്കുകയാണ്. ഇതിവിടത്തെ ബിസിനസ് ചെയ്തുകൊണ്ട് കൃഷിക്കാരനും കർഷകനും വാങ്ങി ഇതിന് ടാക്സ് പിരിച്ചെടുത്ത് ഗവൺമെന്റിലേക്ക് അടക്കുന്നു. അത് എന്നിട്ടും പണം തികയുന്നില്ല. സാധാരണ പാവപ്പെട്ട വ്യാപാരി ഇവിടെ ഒരു ദിവസം വൈകിയാൽ, ഓരോ മാസവും രജിസ്ട്രേഷനുള്ള വ്യാപാരി ഒരു ദിവസം റിട്ടേൺ നൽകാൻ വൈകിയാൽ 1000 മുതൽ 10,000 രൂപ വരെ ഫൈനാണ്. മാത്രമല്ല അഡ്വാൻസ് ടാക്സ് അടച്ചുകൊണ്ട് 2 വർഷമായി ചെറുകിട വ്യാപാരികളിൽ നിന്ന് അഡ്വാൻസ് ടാക്സ് പിരിച്ചടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ധനകാര്യമന്ത്രി വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഖജനാവിൽ പണമില്ല. ഉടനെ വ്യാപാര മേഖല റെയ്ഡ് ചെയ്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഷോപ്പുകൾ ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ട് ഖജനാവിലേക്ക് പണം നിറക്കാൻ ചെറുകിട വ്യാപാരികളെയാണ് പീഡിപ്പിക്കുന്നുള്ളത്. അതിന് പകരം കടം പിടിക്കാനുള്ള ഒരു ഊർജിത നടപടിയും ഗവൺമെന്റ് ഭാഗത്തു നിന്നല്ല. ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വരണമെന്നാണ് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് സമയത്ത് സുന്ദരമോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അധികാരത്തിലേറുന്ന മന്ത്രിമാർ അധികാരത്തിലേറിയാൽ ജനങ്ങളെ മറന്നുകൊണ്ട് വൻകിട കോർപ്പറേറ്റുകളെയും കൊത്ത കമ്പനികളെയും വമ്പന്മാരുടെ കൂടെ പോകുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശബ്ദമുയർത്താൻ കഴിയണം. ജനപക്ഷത്തിൽ നിന്ന് പ്രവർത്തിക്കേണ്ട മന്ത്രിമാർ, ഭരണകൂടം സാധാരണ വമ്പന്മാർക്കും അതിസമ്പന്നന്മാരുടെയും കോർപ്പറേറ്റുകളും അടിമകളായി മാറുന്ന ഒരു സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്. ആഘോഷിക്കുന്ന അവസരത്തിൽ
കേരളത്തിൽ ഉടനീളം 500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംഘടനയുടെ കൂടെ വ്യാപാരികളുടെ നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി സമര പോരാട്ടങ്ങൾ നടത്തുമ്പോൾ അതിനൊക്കെ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെയും നല്ലവരായ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ബഹുജന പ്രസ്ഥാനങ്ങളുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ മേഖലയിലൂടെ 18ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഈ സമര പരിപാടിയുടെ ബഹുജന ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അറിയാം, നൂറ്റാണ്ടുകളായി ഈ ആസ്പത്രി ഇവിടെ പോകുന്നതിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒട്ടനവധി ഭരണങ്ങൾ മാറി മാറി നമ്മുടെ രാജ്യത്തിനകത്തും കേരളത്തിലും വന്നെങ്കിൽ പോലും നമുക്ക് ഈ യഥാർത്ഥ ഈ ആവശ്യം അംഗീകരിപ്പിക്കാൻ വേണ്ടി കഴിയാത്ത ഒരു സ്ഥിതി നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായിട്ടും ഈ സമരത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ മേഖലക്കകത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മുൻകൈ കഴിയും അവർ ശ്രമിക്കുമെന്ന് ഈ സമരം തെളിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ സമരത്തിന് രാഷ്ട്രീയമില്ല. എല്ലാ വിഭാഗത്തിലെ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമരമാണ്. ആ നിലയിൽ ഈ സമരത്തിൽ ഉന്നയിക്കുന്ന 18 മുദ്രാവാക്യങ്ങളും അംഗീകരിക്കുന്നതുവരെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടത്തുന്ന എല്ലാവിധ സമരത്തിനും ചുമട്ട് മേഖലാ യൂണിയന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എന്ന് ഈ അവസരം സൂചിപ്പിച്ചുകൊണ്ട് എനിക്ക് പിന്നെ പഞ്ചായത്ത് ഭരണസമിതി യോഗമുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ സമരത്തിന് എന്നെ ക്ഷണിച്ച വ്യാപാരി നേതാക്കളോടും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ 2 വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 ദിവസമായിക്കൊണ്ട് ഇവിടെ നടത്തുന്ന ഓരോ വിവിധങ്ങളായ പരിപാടികൾ ഈ 3 പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചുള്ളതായ പരിചിന്തയുമായിക്കൊണ്ടാണ് നടത്തിയിരിക്കുന്നത്. അതിന് ഈ നാട്ടിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ഒരു പരമപ്രധാനമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വളരെ കാലമായി ഈ പ്രദേശത്ത് പല വികസന പ്രവർത്തനങ്ങളും പൊന്തി വന്നിട്ടുണ്ടെങ്കിലും ആ കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെ നാം ചിന്തിക്കുമ്പോൾ അന്നൊക്കെ കരുത്തന്മാരായിട്ടുള്ള ആൾക്കാർ അതിന് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ആദ്യം കേവലം ഈ സർവീസ് ബാങ്കിന്റെ ഒരു റൂമില് ആരംഭിച്ചതാണ് ഈ പൂടുങ്കല്ലില് PHC എന്ന യാഥാർത്ഥ്യം. ഒരു കമ്പൗണ്ടർ മാത്രമായിരുന്നു ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത് മരുന്ന് കൊടുക്കുവാൻ വേണ്ടി. അതിനുശേഷം വേലപ്പൻ ആരോഗ്യമന്ത്രിയായി വന്ന കാലഘട്ടത്തിലാണ് ഇത് ഒരു ആസ്പത്രിയായി ഉയർത്തുന്നത്. അതോടുകൂടിയാണ് നമ്മുടെ ആസ്പത്രിയോട് വികസനം മുന്നോട്ട് വരുന്നത് എന്ന യാഥാർത്ഥ്യം ഞാൻ പറയാതെ തന്നെ ഇവിടുത്തെ പല പഴയ ആൾക്കാർക്കും അറിയാവുന്നതാണ്. അതിനുശേഷമാണ് ഇവിടെ 50 കിടക്കയോടുകൂടിയുള്ള ഒരു ആസ്പത്രി വേണമെന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത്. അന്ന് പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റായിരുന്ന ശ്രീ കുഞ്ഞിരാമൻ നമ്പ്യാരാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഇന്നിവിടെ കാണുന്ന ഈ ഓടുവെച്ച കെട്ടിടം നാട്ടുകാരുടെ സംഭാവനയാണ്. ഈ പ്രദേശത്തെ പഴയകാല നാട്ടുകാരുടെ സംഭാവനയാണ്. അന്നുണ്ടായിരുന്ന ഇപ്പൊ കനകമട്ട സാറിനെ പോലുള്ളവർക്ക് ഈ കെട്ടിടം ഉണ്ടാക്കുന്ന ആ കാലഘട്ടത്തിലുള്ളവരാണ്. അവർക്ക് അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി അറിയാവുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ മലയോരത്തിന്റെ ചരിത്രത്തിലെ തന്നെ സുപ്രധാനമായ ഒരു സംഭവമായി മാറുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി 18 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വലിയ നോട്ടീസ് കഴിഞ്ഞ ദിവസം ഇറക്കിയപ്പോൾ ആ നോട്ടീസ് കണ്ട് പലരും അത്ഭുതപ്പെട്ടു, ഞാനും അത്ഭുതപ്പെട്ടു. ഒരു പ്രദേശത്തിന്റെ ആവശ്യങ്ങളുടെ മർമ്മം അറിഞ്ഞുകൊണ്ട് വ്യാപാരവും വ്യവസായവും വാണിജ്യവും ജനസേവനത്തിനായി വികസനത്തിനായി സമരസപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രദേശത്തെ വ്യാപാരി വ്യവസായികൾ സജീവമായി ഒറ്റക്കെട്ടായി ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് രംഗത്തിറങ്ങുന്ന ഒരു അസുലഭമായ മുഹൂർത്തം. ഞാൻ വളരെ സന്തോഷത്തോടെ ഇവിടെ നിൽക്കുകയാണ്. മാലക്കല്ലിന്റെ വികസന രംഗത്ത് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത വികസന സമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. ഇതിന് എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കേരള സാംസ്കാരിക പരിഷത്ത്, എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി, ഈ ജില്ലയിലെ പല മേഖലകളിലും
വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ സമിതികളുടെയൊക്കെ ആശംസകൾ, പിന്തുണ ഞാൻ ഈ അവസരത്തിൽ ആദ്യമായി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് പത്രം നമ്മൾ വായിച്ചു, ഇന്നലകൾ ടിവിയിലൂടെ നമ്മൾ കണ്ടു, ചൊവ്വയെ തൊട്ടു നിൽക്കുന്ന ഇന്ത്യ. അങ്ങനെ ആകാശത്തിന്റെ, എനിക്ക് പറയാൻ കഴിയുന്നില്ല, എത്രയോ അകലെ നിൽക്കുന്ന ചൊവ്വയെ തൊട്ട് ഭാരതം, നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശാസ്ത്രലോകമൊട്ടാകെ തൊട്ടു നിൽക്കുന്നു. നമ്മൾ ഇൻക്രെഡിബിൾ ഇന്ത്യ, പുതിയ ജനറേഷൻ, ന്യൂ ജനറേഷൻ, യുവാക്കളും ഭാരതീയരും ഒപ്പം ആഹ്ലാദം പങ്കിടുന്നു. പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു കൈ ചൊവ്വയെ തൊട്ട് നിൽക്കുമ്പോൾ ഭാരതത്തിന്റെ മറു കൈ ഈ രാജ്യത്തെ കാസർഗോഡ് ജില്ലയിലെ ദുരന്ത ബാധിതരായ എൻഡോസൾഫാൻ പീഡിതരായ കുഞ്ഞുമക്കളെ എടുത്ത് ഒക്കത്ത് ചേർത്ത് നിർത്തി ആ അമ്മമാർക്ക് സാന്ത്വനമരുളുന്ന മറ്റൊരു ദൃശ്യവും കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, ഭാരതം പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് പോകുമ്പോൾ, ശാസ്ത്രലോകം പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് പോകുമ്പോൾ, വിധി വൈപരീത്യം എന്നോണം ഒരു ചെറിയ തെറ്റ്, ശാസ്ത്രത്തിന്റെ ഒരു കൈപ്പിഴവ് കാസർഗോഡൻ മേഖലകളിൽ കഴിഞ്ഞ നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ കഴിഞ്ഞ 2.5 ദശകക്കാലം വിഷമഴയായി പെയ്തിറങ്ങിയ എൻഡോസൾഫാൻ രാക്ഷസത്തുമ്പികളെ പോലെ അങ്ങ് നെഞ്ചംപറമ്പിലും നമ്മളെ പൈനിക്കരയിലും കള്ളാറിയിലും പെരിയയിലും ചീമേനിയിലും മുളിയാറിലും ഒക്കെ കഴിഞ്ഞ 2.5 ദശകക്കാലം എൻഡോസൾഫാൻ ഒരു മാരക വിഷമഴയായി പെയ്തിറങ്ങി. അപകടനെ പറ്റി, ഭരണാധികാരികളുടെ അപകടനെ പറ്റി മുൻ പ്രാസംഗികർ സവിസ്തരമുണ്ടായി. ജില്ലകളുടെ പേരെഴുതുമ്പോൾ ആദ്യം കാസർഗോഡ് എഴുതാം, അപ്പോൾ ഒന്നാമത് വന്നോളും എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ രീതിയിൽ എല്ലാവിധ അപകടങ്ങളും അനുഭവിച്ചുകൊണ്ട് ആണ് ഈ പ്രദേശത്തെ ജനങ്ങൾ കഴിയുന്നത്. പഞ്ചവത്സര പദ്ധതികൾ 12ആയി അതിങ്ങനെ കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും ഇന്നും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഗ്രാമാന്തരങ്ങളാണ് നമ്മുടെ ഈ മലയോര പ്രദേശത്തുള്ളത്. ഈ മലയോര പ്രദേശം എന്ന് പറഞ്ഞാൽ കേരളത്തിന് 3 പ്രകൃതി വിഭാഗങ്ങളാണ്: തീരദേശം, ഇടനാട്, മലനാട്. അതിനൊക്കെ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ ഉയരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ മലനാട് നിർണ്ണയിക്കുന്നത്. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മളെപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാഞ്ഞങ്ങാട് പണത്തൂർ റോഡിലെ ആ 7ാം മൈൽ കഴിഞ്ഞിട്ടുള്ള ആ കയറ്റത്തിന് ഇപ്പുറം കംപ്ലീറ്റ് മലനാടാണ്. ആ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്ന ഭാഗം തീരദേശവും അതിൻ്റെ പടിഞ്ഞാറ് വശമേ ഉള്ളൂ തീരദേശം, ഒരു നാരോ പോർഷനാണ്. അത് കഴിഞ്ഞാൽ അമ്പലത്തറ ഏരിയ വരെയൊക്കെ ആണ്ട് ഇടനാടാണ്. ഇടനാട് കഴിഞ്ഞാൽ പാണത്തൂര്, കല്ലപ്പള്ളി, ഇത് അങ്ങ് ഭാഗമണ്ഡലം വരെ എല്ലാം മലനാടാണ്. കേരളത്തിലെ ജനസംഖ്യയുടെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വിസ്തീർണത്തിന്റെ ജനസംഖ്യയുടെയും പകുതിയിലധികവും മലനാടാണ്. അപ്പോൾ ഇവിടെ ഈ തീരദേശത്തേക്കുള്ള വെള്ളവും വെളിച്ചവും എല്ലാം മലനാട്ടിൽ നിന്നാണ് പോകുന്നത്. ഞാനൊരു 1960 ആദ്യമായിട്ട് ഇവിടെ എത്തുന്നത്. ഞാൻ സർക്കാർ സർവീസിൽ കോട്ടയം ജില്ലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ മലബാറിന്ന് കാണാനായിട്ടാണ് ഇവിടെ എത്തി. ഇവിടെ എത്തി ആദ്യം ഞാനിങ്ങനെ വന്നു, ഈ മാലക്കല്ലിലിറങ്ങി പൂക്കയം കഴിഞ്ഞാൽ എനിക്ക് അക്കരയ്ക്ക് പോകണം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു വഞ്ചിയുണ്ട്, ഉണ്ണന്തറപ്പൽ മാത്യു ചേട്ടൻ്റെ ഒരു വഞ്ചിയിൽ ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ രാത്രിയായിപ്പോയി. അത് അവിടെ നിന്ന് അയാൾ വഞ്ചി വള്ളം പൂട്ടിയിട്ടിട്ട് പോയി. പിന്നെ 2 കൽപ്പിച്ച് മീനച്ചിലാറ്റിലെ പരിചയം വെച്ച് ഞാൻ ഇറങ്ങി. എൻ്റെ ബാഗും കൂടെ എല്ലാം ഒഴുകിപ്പോയി. മരണത്തെ മുഖാമുഖം കണ്ടു. പിന്നെ അവസാനം എന്തോ ഭാഗ്യത്തിന് ഒരു മരത്തിൻ്റെ വേരെ പിടിച്ച് രക്ഷപ്പെട്ടു. അതിനുശേഷം ഞാൻ നാട്ടിൽ നിന്ന് ഒരു റിക്വസ്റ്റ് ട്രാൻസ്ഫർ മേടിച്ച് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കേരളത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഇത് ഇവിടുത്തെ പ്രദേശത്തെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കിട്ടാതെ വിഷമിക്കുന്നല്ലോ
എനിക്ക് എന്തെങ്കിലും ചെയ്യാവുന്നത് ചെയ്യണം എന്നുള്ള ഇതിലെ അന്ന് കാസർഗോഡ് ജില്ലയില്ല, കണ്ണൂർ ജില്ലയുടെ വടക്കേ അറ്റമാണ്. പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റുന്ന ഒരു പ്രദേശമാണ് അന്ന് കാസർഗോഡ്. അങ്ങോട്ട് ഞാൻ ഒരു റിക്വസ്റ്റ് ട്രാൻസ്ഫർ മേടിച്ച് ഇവിടെ വന്നു. പിറ്റേ വർഷം തന്നെ ആ വള്ളം ഉണ്ടായിരുന്ന സ്ഥലത്ത് തൂക്കുപാലം ഉണ്ടായി. പിന്നീട് ക്രമേണ അവിടെ കോൺക്രീറ്റ് പാലം ഉണ്ടായി. അതോടുകൂടി ഞാൻ ഈ മലയോര മേഖലകളെല്ലാം ഇങ്ങനെ സഞ്ചരിച്ച് മലയോര മേഖല കേരളത്തിൻ്റെ 14 ജില്ലകളിൽ 13 ജില്ലകളും മലയോരങ്ങളാണ്. ഈ മലയോരങ്ങളെല്ലാം ബന്ധിച്ച് ഒരു മലയോര ഹൈവേ വന്നാൽ കേരളത്തിലെ മലയോര പ്രദേശങ്ങൾക്കെല്ലാം രക്ഷയാകും. അത് സർക്കാർ ആദ്യം 87-ൽ സർക്കാർ ഇത് ഉപേക്ഷിച്ചു. 97-ൽ നായനാർ സർക്കാരിൻ്റെ കാലത്ത് PJ ജോസഫ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ പോയി കണ്ട് ഈ മലയോര ഹൈവേ സ്റ്റേറ്റ് ഹൈവേ ആയി സർക്കാർ പ്രഖ്യാപിച്ചു. അതിൻ്റെ റൂട്ട് നിർണയിച്ചു. അത് വടക്ക് കാസർഗോഡ് ജില്ലയിലെ നന്ദാരപ്പത് മുതൽ തെക്ക് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട പഞ്ചായത്തിലെ കടുക്കര വരെയാണ് അതിൻ്റെ നീളം വെച്ചത്. അത് ഞങ്ങൾ ഇവിടുന്ന് മലയോര വികസന സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഞങ്ങൾ മന്ത്രിയെ കണ്ടത്. ഇവിടെ ബന്ധപ്പെട്ട ആളുകളെല്ലാം സൂചിപ്പിച്ചതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ കിടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ വന്ന് പ്രസംഗം നടത്തുന്നതോടൊപ്പം ആ പ്രസംഗം നടത്തുമ്പോൾ എൻ്റെ നാട്ടിനകത്ത് വേണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ആ പ്രസംഗം നടത്തുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ താലൂക്ക് ആശുപത്രി, പുടങ്കല്ല് താലൂക്ക് ആശുപത്രി ഇവിടെ ബന്ധപ്പെട്ട അനുബന്ധ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് 2 വർഷം പിന്നിടുകയാണ്. ആ 2 വർഷം പിന്നിടുന്ന ഈ അവസരത്തിലാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രവർത്തകർ സമരരംഗത്തേക്ക് കടന്നു വരുന്നു. ഇവിടെ ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ താലൂക്ക് ആശുപത്രിയുമായി ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ MP കരുണാകരൻ 4.5 കോടിയുടെ അനുവദിച്ചപ്പോൾ അത് അടിയന്തരമായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരു ദിവസം ഉപവാസ സമരം നടത്തിയവരാണ്. അങ്ങനെ ഒട്ടനവധി സമരങ്ങൾ നടത്തിയ പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ മലയോര മേഖല. ഞാൻ ഏതോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനവും ബന്ധപ്പെട്ട ആനുകൂല്യം, ബന്ധപ്പെട്ട വികസനവും നമ്മുടെ നാട്ടിനകത്ത് വേണമെന്നുള്ള കാഴ്ചപ്പാട് എല്ലാ പ്രസ്ഥാനത്തിനും ഉണ്ടാകുന്നത് നല്ലതാണ്. പ്രസംഗം നടത്തിയാൽ മാത്രം വരണമെന്നില്ല. ഇവിടെ പ്രസംഗം നടത്തുമ്പോൾ ഇവിടുന്ന് പ്രസംഗം നടത്തി നാളെ തിരിഞ്ഞു പോകുമ്പോൾ ആ വികസനം ഇവിടെയല്ല വേണ്ടത്, അത് മറുനാട്ടിലേക്കാണെന്നുള്ള കാഴ്ചപ്പാടുണ്ടായാൽ നമ്മുടെ നാട്ടിനകത്ത് വികസനം വരില്ല. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് വളരെ വിശദമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പട്ടിണി പാവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ മലയോര മേഖല എന്ന് പറയുന്നത്. ആദിവാസി ജനവിഭാഗങ്ങൾ, പിന്നോക്ക ജാതിയിൽപ്പെട്ട ദളിത് വിഭാഗങ്ങൾ, ബന്ധപ്പെട്ട കൃഷിക്കാർ, സാധാരണ കൃഷിക്കാരൻ എല്ലാവരും ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ഈ മേഖല എന്ന് പറയുന്നത്. ഈ എയിംസ് പോലുള്ള പല സ്ഥാപനങ്ങളും നമ്മുടെ പ്രദേശത്ത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് പറയുന്നവരുമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ മലയോര താലൂക്ക് അനുവദിച്ചപ്പോൾ നിങ്ങൾക്കറിയാം, ഒരുപാട് നാൾ ഇവിടെ അതിനെപ്പറ്റി ചർച്ചകൾ നടത്തി. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ചർച്ചകൾ നടത്തി അവസാനം അത് ഒരു സമന്വയത്തിന്റെ പാതയിൽ എടുത്തൊരു തീരുമാനമാണ് വെള്ളരിക്കുണ്ടിൽ ഈ മലയോര താലൂക്കിന്റെ ആസ്ഥാനം വെക്കാവുന്നത്. പക്ഷെ അതിനുശേഷം അന്നുണ്ടാക്കിയൊരു ധാരണ, ഈ മേഖലയുടെ അല്ലെങ്കിൽ ഈ താലൂക്കിന്റെ അനുബന്ധിച്ച് വരുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ഏതാണ്ട് 50-ഓളം ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തുറക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ അതിൽ പകുതിയെങ്കിലും നമ്മുടെ ഈ പ്രദേശത്തേക്ക് സ്ഥാപിക്കാം എന്നൊരു ധാരണ അന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായത് ആ ധാരണകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മുഴുവൻ സ്ഥാപനങ്ങളും, ഞാൻ മനസ്സിലാക്കിയത് ചില പഞ്ചായത്ത് ഭരണസമിതികൾ പോലും ബ്ലാങ്ക് ലെറ്റർ ഒപ്പിട്ട് അവിടെ കൊടുത്തു എന്നുള്ളതാണ്. എല്ലാം അവിടെ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ അതിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ പ്രധാനപ്പെട്ട ഓഫീസുകളൊക്കെ അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ താലൂക്ക് ആശുപത്രി അല്ലെങ്കിൽ ഈ പുടങ്കല്ല് CHC വെള്ളരിക്കുണ്ടിലേക്ക് മാറ്റി അവിടെ നിലവിലുള്ള THC-ക്കായി ഉയർത്തി അതിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് നമ്മുടെ താലൂക്ക് ആശുപത്രി ആക്കാനുള്ളൊരു ശ്രമം അവിടെ നടന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പൊ സ്വാഭാവികമായി നമ്മുടെ പ്രദേശത്തുള്ള ചില സംഘടനകൾ അതിനെതിരായിട്ട് പ്രതികരണവുമായിട്ട് ഇവിടെ രംഗത്ത് വന്നു. നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്ത് ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്,
സാമൂഹ്യ സംഘടനകളുണ്ട്, ക്ലബ്ബുകളുണ്ട്, പല ആൾക്കാരുമുണ്ട്. പക്ഷെ ആരും ഒന്നും ശബ്ദിച്ച് കാണുന്നില്ല. അപ്പൊ തീർച്ചയായും നമ്മൾ പെട്ടെന്ന് മലയോര കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് തീരുമാനമെടുത്തു. ഇതിനെതിരായിട്ട് ഉടനെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കിയില്ല എങ്കിൽ നമുക്ക് ന്യായമായിട്ടുള്ളൊരു ആവശ്യമാണ് ഈ ഹോസ്പിറ്റല് നമ്മുടെ ഈ മലയോര മേഖലയിലുള്ള ഏക CHC അത് താലൂക്കാക്കി ഉയർത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്, ഐക്യമുള്ള ആവശ്യമാണ്. ആരും അതിനെതിരെ നിൽക്കുന്നില്ല. പക്ഷെ അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണിക്കുന്നില്ല എന്നുള്ളതായിരുന്നു വസ്തുത. സമരത്തെപ്പറ്റി ആലോചിക്കുകയും സമരം എങ്ങനെ വിജയിപ്പിക്കണം എന്ന് ആലോചിച്ചുകൊണ്ട് ഇതിന്റെ മൂന്നാമത്തെ പരിപാടിയാണ് നമ്മളിവിടെ ഇന്നിവിടെ നടത്തുന്നത്. ഇന്ന് ഈ പരിപാടി കൊണ്ട് നമ്മളുടെ സമരം തീരുന്നില്ല, നമ്മൾ സമരം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി വരുന്ന ആളുകളിൽ നമ്മൾ സമരം ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായി നയിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ സമയം കൂടുതലായതുകൊണ്ട് എനിക്ക് മുമ്പേ പ്രസംഗിച്ചവരെല്ലാം ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നിങ്ങളോട് വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. ഇനി കൂടുതൽ നിങ്ങളെ എത്തി സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി വരുന്ന സമരങ്ങളിൽ നിങ്ങളെല്ലാവരും ശക്തമായി തന്നെ സഹകരിച്ചുകൊണ്ട് ഈ സമരപരിപാടികളെ വർദ്ധിച്ച വിജയപ്രദമാക്കി തീർക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയിക്കുന്നു. എൻ്റെ പ്രിയ സുഹൃത്തും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റുമായ ശ്രീ K. അഹമ്മദ് ഷെരീഫ്, മറ്റ് വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, വ്യാപാരി സുഹൃത്തുക്കളെ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലയോര മേഖലാ കമ്മിറ്റി 1986 മുതൽ സമൂഹത്തിലെ വിവിധ വിഷയങ്ങളിൽ ഇടപെട്ട് സമൂഹ നന്മയ്ക്കായി പ്രവർത്തിച്ചു വരുന്നതിൻ്റെ ഭാഗമായി 18ഓളം വിഷയങ്ങളിൽ മലയോരത്തിൻ്റെ സജീവമായ ശ്രദ്ധ ആവശ്യമുള്ള 18ഓളം വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിലും അധികാരികളുടെ മുമ്പിലും എത്തിച്ച് അതിന് പരിഹാരമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിരിക്കുന്ന ഈ സമര പരിപാടിയുടെ തുടക്കം അത് വളരെ ഭംഗിയായും വളരെ മനോഹരമായും നടത്തിക്കൊണ്ടു പോകുന്നതിൽ രാജപുരം പ്രസ് ഫോറത്തിൻ്റെ ഹൃദയംഗമായ അഭിനന്ദനം അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു സമരത്തിൻ്റെ ആവശ്യം ഉടലെടുത്തത് പുതിയൊരു താലൂക്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ ഇത്തരം ഒരു സമരമോ ഇതിനോടനുബന്ധിച്ചുള്ള പ്രസ്താവനകളോ സമരപരിപാടികളോ ഒന്നും കാണില്ല. വെള്ളരിക്കുണ്ടിൽ താലൂക്ക് രൂപീകരണം പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ഒരു സമരങ്ങളൊന്നും ആരും ആലോചിക്കുകയോ വെള്ളരിക്കുണ്ടിൽ താലൂക്ക് രൂപീകരിക്കുമെന്നൊരു പ്രതീക്ഷയൊന്നും ആർക്കില്ല. നമുക്കൊന്നും അത്തരം ഒരു പ്രതീക്ഷയിലല്ല ആ സമയത്ത് നമ്മുടെ പ്രവർത്തനങ്ങളും വികസന കാഴ്ചപ്പാടും. എന്നാൽ ചില രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലം കൊണ്ട് നമ്മുടെ ഒരു മലയോര മേഖലയെ, ഒരു വലിയൊരു പ്രദേശത്തെ അവഗണിച്ചുകൊണ്ട് ഏതാനും രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യൂക്കും സാമ്പത്തിക പുഷ്ടിയൊക്കെ കൊണ്ട് നേടിയെടുത്ത താലൂക്ക് ആസ്ഥാനം അങ്ങനെ യാഥാർത്ഥ്യമായപ്പോൾ നമ്മളുടെ ഈ മേഖലയുടെ വികസനം ഇവിടെ നിന്നും വെള്ളരിക്കുണ്ട് അതിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്കും വിട്ടുപോകും എന്ന ഒരു ഉത്കണ്ഠ ഉടലെടുത്തതാണ് ഇത്തരം ചില സമരപരിപാടികൾ നമ്മൾ ആരംഭിക്കാനും നമ്മളുടെ മലയോര മേഖലയിൽ മറ്റ് മലയോര മേഖലകൾക്കൊപ്പം വികസനം നേടാനുള്ള ഒരു ലക്ഷ്യവും കാഴ്ചപ്പാടും നമുക്കുണ്ടായി. എനിക്ക് തോന്നുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇത്തരം ഒരു ശ്രമം നടത്തിയത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും സന്നദ്ധ സംഘടനകൾക്കും മാതൃകയാക്കേണ്ട ഒരു വിഷയമാണ്. ഇത്രയും താലൂക്ക് പ്രഖ്യാപനത്തിന് ശേഷം മാസങ്ങൾ, വർഷങ്ങൾ, ഏതാണ്ട് ഒരു വർഷത്തിലേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്തരം ഒരു സമരപരിപാടികൾ ആലോചിക്കുകയോ അതിനുവേണ്ടി നമ്മുടെ മലയോരത്തിന്റെ വികസനത്തിന് വേണ്ടി പരിശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ നമ്മളുടെ വ്യാപാരി വ്യവസായം മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പനത്തടി CHC താലൂക്ക് ആശുപത്രിയെ ഉയർത്തുക. 1970 ശേഷം നിലവിൽ വന്ന നമ്മളുടെ CHC താലൂക്ക് ആശുപത്രിയായി ഉയർത്തണം എന്ന് പറയുന്നത് വളരെ ന്യായമായ കാര്യമാണ്. പക്ഷേ എനിക്ക് ചില ആശങ്കകൾ ഇപ്പോൾ നിലനിൽക്കുന്നു. ഈ താലൂക്ക് ആശുപത്രി ആക്കി ഉയർത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോഴും ഇതേ താലൂക്ക് ആശുപത്രിയുടെ ഭൗതിക സാഹചര്യങ്ങൾ കീഴോട്ട് പോകുന്ന ഒരു അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. ഏറ്റവും ഉദാഹരണമായി ഞാൻ ഇവിടെ വന്ന ശേഷം ഈ ആശുപത്രിയുടെ പരിസരം ഒന്ന് ചുറ്റിക്കറങ്ങി പരിശോധിക്കുമ്പോൾ
പുറമേ നിന്നും രോഗികളുമായി എത്തുന്ന നിരവധി ആളുകൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റ് 2 താഴിട്ട് പൂട്ടിയ നിലയിൽ ഈ നിമിഷവും കാണുന്നു എന്നത് ഈ ആശുപത്രിയുടെ നിലവാരം കീഴോട്ട് കൊണ്ടുവന്ന് ഈ ആശുപത്രിയെ താലൂക്ക് ആശുപത്രി നിലവാരത്തിലേക്ക് ഉയർത്താതിരിക്കാൻ ചില ഗൂഢശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം അത്തരം ചില കാര്യങ്ങളാണ് നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ കൂടുതൽ ധരിപ്പിക്കുന്നില്ല. ഇത്തരം ഒരു സംരംഭത്തിന് മുതിർന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഈ ശ്രമം മറ്റ് വിവിധ സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിപുലമായ ഒരു മലയോര വികസന കമ്മിറ്റിക്ക് രൂപം നൽകി നമ്മുടെ നാടിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പ്രതിജ്ഞാബദ്ധമായി എന്നും നിലനിൽക്കണം എന്ന ആവശ്യമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത്. അത്തരം ശ്രമങ്ങൾക്ക് രാജപുര പ്രഫോറത്തിന്റെ എല്ലാവിധ പിന്തുണയും വ്യക്തിപരമായും സംഘടനാപരമായും ഞാൻ ഉറപ്പു നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. ഇതൊക്കെ പറഞ്ഞാൽ കുറെ സമയം പോകും. അപ്പോൾ കുറച്ച് കാലം മാത്രം പറയാനേ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. കാരണം എന്താ, നമ്മുടെ നാട്ടിൻ്റെ അത്യാവശ്യ കാരണമാണ് ഇത്. കുറേ ആൾക്കാർ കൊണ്ടുപോയിട്ട് ഇവിടെ പിന്നെ ധർമാശുപത്രി എന്നാണ് ഇതിനെ അറിയപ്പെടുക. കൂടിങ്കല്ല് ധർമാശുപത്രി എന്ന് പറഞ്ഞിട്ട് അറിയപ്പെട്ട ആശുപത്രി ഇത്ര പുരോഗമിച്ച് ഇങ്ങോട്ട് എത്തുമ്പോൾ നമ്മൾ ഈ ആശുപത്രിയിൽ തട്ടിക്കൊണ്ടാകും. പണ്ട് ബ്രിട്ടീഷുകാർ നിയമിച്ച പനീക്കര പാലം തകർന്നിട്ട് എത്തോടോ വണ്ടി മറിഞ്ഞിട്ടും ഇതുവരെ അതിനെ നന്നാക്കാമെന്നില്ല. കള്ളാറ് പാലത്തിന് പൈപ്പിട്ടിട്ടും ആ പാലം നേരാക്കാൻ വേണ്ടിയില്ല. ഏറ്റവും മുമ്പിൽ അറിയപ്പെടുന്നതാണ് കാസർഗോഡ് ജില്ലയുടെ ഏറ്റവും നല്ല പ്രധാനപ്പെട്ട റോഡ് എന്നാണ് പറയാം. ആര് പിടിച്ചാൽ കാസർഗോഡ് ജില്ലയിൽ പാണത്തൂർ റോഡിൽ വരും. 110 നമ്പറാണ് നമ്മുടെ റോഡിന്. ഈ റോഡ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ദയനീയാവസ്ഥ എന്താണ് കാരണം? നമ്മളോട് ഉള്ളപ്പോൾ 7 മൈൽ വരെ താരിഖ് വന്ന സമയത്ത് എന്താ പറഞ്ഞത്? റബ്ബർ താരിഖ് വന്നല്ലോ, പാണത്തൂരേക്ക് റബ്ബർ താരിഖ്, 4 വരി പാത. ഈ 4 വരി പാത എന്ന് പറഞ്ഞിട്ട് നമ്മളെന്താക്കിയാൽ ഈ വന്ന മെക്കാനിക് റോഡൊക്കെ ഒരു വീടപ്പായ കൊല്ലക്കാള എവിടെ അങ്ങോട്ട് കൊണ്ടുപോയി. നമ്മളെ ഇവിടെ തന്നെ ഒരു ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾ ആംബുലൻസ് പിന്നെ സംവിധാനം കൽപ്പിച്ച ആംബുലൻസ് ഇതാണ് പോകണമെന്ന് പറഞ്ഞത് എന്താണെന്ന് അതല്ല. 2 മണിക്കൂർ വേണം നമ്മൾ കായങ്കാടേക്കോ മംഗലാട്ടേക്കാക്കാം. പറഞ്ഞില്ല ആംബുലൻസ് മറിഞ്ഞെന്ന്. ഇതെന്താണ് കാരണം? ഈ റോഡിൻ്റെ അതിൻ്റെ അവസ്ഥ. ഏറ്റവും ആൾക്കാർ മറിഞ്ഞിട്ട് ഞാൻ കുറെ കാലം മുമ്പിൽ പാണത്തൂർ ആശുപത്രിയിൽ 24 ബെഡുള്ള ആശുപത്രിയാണ്. എല്ലാ പാർട്ടിക്കാരും വന്നാൽ അതിനെ കട്ടി ചികിത്സിക്കാൻ ബെഡുണ്ട്. ചെതിനെ പിടിച്ചിട്ട് ബെഡ്ഷീറ്റൊക്കെ ഉണ്ട്. DMന്റെ അടുത്ത് ഞങ്ങളൊക്കെ പോയാൽ എന്താ പറഞ്ഞാൽ ബെഡ്ഷീറ്റെല്ലാം കൊണ്ട് കത്ത് ചികിത്സയാണ്. ചികിത്സയില്ല, ബെഡ്ഷീറ്റ് കൊണ്ടുവരും ഓരോരുത്തർ തട്ടിയെടുക്കാൻ. അങ്ങനെ DMന്റെ അടുത്ത് പോയാലും പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം എഴുതിത്താ ഇത് അവിടെ കട്ട് ചികിത്സയാണ്. ഞങ്ങൾ ഇത് കൂടി അന്നില്ല, ആരെങ്കിലും തട്ടിയെടുത്താൽ വേണ്ടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ സമയത്ത് നമ്മൾക്ക് നിയമിച്ചിട്ടും അങ്ങനെ ഒരു ഫോൺ പരിപാടി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പാണത്തൂർ ഫണ്ടിൽ പൈസ ഇല്ലാതെ കൊണ്ട് ഞങ്ങൾ കമ്മിറ്റി വെച്ച് നമ്മൾ പോവാം സമരത്തിനായിട്ട് ഒന്ന് വേണം. അപ്പം പറഞ്ഞു പൈസ ഇല്ല ഫണ്ടിൽ. 10-15,000 രൂപ ഞങ്ങളെ കയ്യിലെടുത്ത് പോയി തിരുവനന്തപുരം പോയിട്ട് 9,000 ഫോൺ പരിപാടിയിൽ വെച്ചിട്ടാണ് നമ്മൾ അവിടെ ഇപ്പോൾ ചെറിയൊരു കട്ട് ചികിത്സ വന്നത്. ഈ നമ്മുടെ ധർണാ സമരത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ ധർണാ സമരത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ മേഖലാ പ്രസിഡന്റ് ശ്രീ സജീവങ്ങൾ, വേദിയിലും സദസ്സിലുള്ള ആദരണീയരെ, സുഹൃത്തുക്കളെ, പ്രിയമുള്ള നാട്ടുകാർ, 1-2 ചെറിയ കാര്യങ്ങൾ വൈകിയ വേളയിൽ ഞാൻ പറയുന്നത്. നമുക്കറിയാം, ഇവിടെ നമ്മുടെ 18 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തായന്നൂർ മുതൽ പാണത്തൂർ വരെ കഴിഞ്ഞ 23-ാം തീയതി ഇത് വാഹന പ്രകടന ജാഥ നടത്തി. കൂടാതെ 18-ാം തീയതി ഒപ്പുശേഖരണം നടത്തി. ഇന്ന് അതിൻ്റെ 3-ാം ഘട്ട പരിപാടി എന്ന നിലയിൽ 25-ാം തീയതി നമ്മുടെ ഉപജീവന മാർഗമായ കട അടച്ചുകൊണ്ട് ഈ 12 മണിക്ക് തീർക്കുമെന്ന് പറഞ്ഞ ഈ ധർണ ഏകദേശം 2 മണിയോടെ കൊണ്ട് തീരാൻ പോവുകയാണ്. എന്നിരുന്നാൽ തന്നെ നമ്മൾ ഇത്രയും സമരമുഖത്തേക്ക് വന്നത് ഇതിൽ വ്യാപാരികൾക്ക് വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷ ഒരു ആവശ്യവുമല്ല. പക്ഷേ നമ്മൾ പൊതുജനങ്ങൾ എന്ന നിലയിലും നമ്മൾ ഈ നാട്ടുകാരെന്ന നിലയിലുമാണ് ഈ സമരപരിപാടിക്ക് നേതൃത്വം കൊടുത്തത്. കൂടാതെ ഇതിന് 4-ാം ഘട്ടം എന്ന നിലയിൽ നമ്മൾ ശേഖരിച്ച ഒപ്പുകൾ തിരുവനന്തപുരം കൊണ്ടുപോയി സെക്രട്ടേറിയറ്റിൽ അതിന് ബന്ധപ്പെട്ട മന്ത്രിമാർക്ക് നൽകണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അടുത്ത ഒക്ടോബർ മാസത്തിൽ ആദ്യവാരത്തിൽ തന്നെ അത് പോകാനുള്ള ഒരു തീരുമാനമുണ്ട്. കൂടാതെ ഇത്രയെല്ലാം അതിനും കാര്യങ്ങൾ നീക്കുപോക്കാകുന്നില്ല. ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളെ ഒന്നിച്ചുകൊണ്ട് ഒരു വിപുലമായ കമ്മിറ്റി ഈ 3 പഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികളെയും സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരെല്ലാം ഉൾപ്പെടുത്തി നല്ലൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച്
അതിന് പൂർണ്ണമായ പിന്തുണ എല്ലാ വിഭാഗം ജനങ്ങളോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കൂടാതെ ഇവിടെ വേദിയിലൊക്കെ ഇരുന്നവർ എല്ലാം പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരും കൂടെയാണ്. എന്നിരുന്നാൽ തന്നെ ഇന്ന് ഈ ത്രിതല പഞ്ചായത്തുകളിലൂടെ ഒരുപാട് കമ്മിറ്റി വർക്കുകൾ, കാരണം ഉദ്യോഗസ്ഥന്മാർക്കും മറ്റ് കോൺട്രാക്ടേഴ്സൊക്കെ ലാഭം കിട്ടാത്ത ഒരുപാട് പരിപാടികൾ കമ്മിറ്റി വർക്കിലൂടെ അതാത് പ്രദേശത്തെ പാവങ്ങളുടെ തലയിൽ വെച്ച് കിട്ടാറുണ്ട്. പ്രിയമുള്ള വ്യാപാരികളെ, നല്ല സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. കമ്മിറ്റി വർക്ക് വരുമ്പോൾ ആ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ തലയിൽ ആ കമ്മിറ്റി വർക്ക് വെക്കും. അതായത് ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല. കൊടുത്താൽ തന്നെ കമ്മിറ്റി കൺവീനറുടെ കയ്യിൽ പോകും. ഇതുപോലെ അവരുടെ ഫയലുകൾ നീക്കാതെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ ഇന്ന് ത്രിതല പഞ്ചായത്തുകളിലും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിന് ഒരു ഉദാഹരണമാണ് പാളത്തൂരിൽ ഒരു കുടിവെള്ള പദ്ധതിയുമായി 12 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് 2 വർഷത്തോളമായി. ഇന്ന് വരെ അതിന്റെ സംഖ്യ കൊടുക്കുവാനുള്ള ഒരു പ്രാഥമിക നടപടി പോലും പനത്തടി പഞ്ചായത്തിന്റെ അതേപോലെ തന്നെ ഒരുപാട് വർക്കുകൾ. ഇപ്പൊ മുന്തന്നമൂല കമ്മ്യൂണിറ്റി ഹാളിന്റെ ഒരു വർക്കുണ്ട്, അതിന്റെ ബില്ലും പാസ്സായിട്ടില്ല. ഇതേപോലെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും നിങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടാൽ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. അതിന് നിങ്ങൾ ഇനി മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ ഒരു അതുമൂലമുണ്ടായ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച വ്യക്തി എന്നതിൽ കമ്മിറ്റി വർക്കുകൾ നമ്മളിൽ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മൾ കുറച്ച് ചിന്തിക്കേണ്ട അവസരം സംജാതമായിരിക്കുകയാണ്. ഹാർദവമായ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കൂടാതെ അദ്ദേഹം ഈ പരിപാടിയിൽ രാവിലെ 10 മണിക്ക് തന്നെ വന്ന് ഈ ഉച്ചവരെ നമ്മുടെ കൂടെ സഹകരിച്ച അദ്ദേഹത്തിനും എൻ്റെ വിശദമായ കാര്യങ്ങളും ഈ ചുള്ളിക്കര വികസന സമിതിയുടെ പ്രസിഡന്റ് ശ്രീ കുഞ്ഞമ്മ നായർ അവർകളെയും എൻ്റെ പേരിലും എൻ്റെ ഈ പരിപാടിയുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഇവിടെ ആശംസ അർപ്പിച്ച് സംസാരിച്ച ചുമട്ടുതൊഴിലാളി യൂണിയൻ ബോർഡ് മെമ്പർ ശ്രീ കെ കൃഷ്ണൻ അവർക്കും എൻ്റെ പേരിലും ഈ പരിപാടി പേരിലും നന്ദിയിലേക്ക് ഉയർത്തിയ ഭാരത ശാസ്ത്രജ്ഞർക്ക് കേരള വ്യാപാരി വ്യവസായി മലയോര മേഖലാ കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ. ഉയരട്ടെ ഭാരതം, വളരട്ടെ ഭാരതം. ഈ ധർണാ സമരം അവസാനിപ്പിച്ചതായി അറിയിച്ചോളും.